നമുക്ക് പാറുവിൻ്റെ മുടി മുറിക്കാൻ പോയൊരു വീഡിയോ കാണാം കേട്ടോ. കുറേ കാലമായിട്ട് അവൾ പറയുന്നുണ്ട് ലെയർ അടിച്ച് തരണം. അപ്പം ഞാനത് മൈൻഡാക്കിയില്ലായിരുന്നു. പിന്നെ അത് പറച്ചിൽ ഭയങ്കരമായപ്പോൾ ഞാൻ കൊണ്ടുപോയി. ഇതാണ് മിറർ ഫേസ്, പീച്ചങ്കോട്ടുള്ള ഞങ്ങളുടെ ഷാക്കിരേട്ടൻ്റെ കടയാണ്. പുള്ളീൻ്റെ മുടി വെട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകതയാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും എന്ത് ഫോട്ടോ കാണിച്ചു കൊടുത്താലും പുള്ളി അതുപോലെ നമ്മുടെ മുടി കട്ട് ചെയ്യും. അത്രയും നന്നായിട്ടെല്ലാം ചെയ്യും. എൻ്റെ മുടി പല പാർലറും ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കൊന്ന് ലെയർ അടിച്ച് തരുമോയെന്ന് ആഗ്രഹം കൊണ്ട്. പക്ഷെ ഒട്ടും തിക്കല്ലാത്ത മുടി ആയതുകൊണ്ട് ഇതുവരെയായിട്ടത് പറ്റിയിട്ടില്ല. പക്ഷേ ഷാക്കിരേട്ടൻ്റെ അടുത്ത് പോയപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ മുടി ലെയർ അടിച്ച് തരുന്നത്. ഇതാണ് ഇന്ദുപ്രിയയും കുട്ടനുമാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഷാക്കിരേട്ടനെ പരിചയപ്പെടുത്തുന്നതും. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മുടീൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ട് ചേട്ടൻ മാറുമായിരുന്നു. എല്ലാവരും ബോട്ടോക്സ് ചെയ്യുന്നതും സ്ട്രെയിറ്റനിങ് ചെയ്യുന്നതും എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ചേട്ടന് മിണ്ടാനും പറ്റില്ല, ചെവിയും കേൾക്കില്ല. പക്ഷേ പുള്ളി ഈ ഒരു കാര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും എല്ലാം. അതുകൊണ്ടാണ് പാറു പറഞ്ഞപ്പോൾ ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നത്. 1.5 മണിക്കൂറോളം പുള്ളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നെങ്കിലും പാറു വേറെ പാർലറിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ സമ്മതിക്കാതിരുന്നത് അതുകൊണ്ടാണ്. പുള്ളി അത്രയും നല്ല നീറ്റായിട്ട് സൂപ്പറായിട്ട് ചെയ്തു തരും. പ്രൈസോ എന്താ പറയുക, വേറെ എവിടെ പോകുന്നതിലും പകുതി പോലും പുള്ളിയുടെ അടുത്ത് പോയാലാകില്ല. അത്രയും നന്നായി ചെയ്തു തരുകയും ചെയ്യും, അത്രയും ക്യാഷും ആവുള്ളൂ. പാറുവിന് പാർലർ കണ്ടപ്പോഴൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വളരെ ഹൈഫൈ ഒന്നും അല്ലല്ലോ, ഞങ്ങളുടെ കുഞ്ഞ് പാർലറാണ്. പക്ഷെ എന്നാലും ചേട്ടൻ്റെ വർക്ക് കണ്ടില്ലേ, ഇത്രയും നല്ല അടിപൊളിയായി സൂപ്പറായിട്ട് പുള്ളി ചെയ്തു തരും. പൈസ വേറെ എവിടെ പോകുന്നതിലും പകുതി പൈസയേ ആവുള്ളൂ. അതാണ് പുള്ളീൻ്റെ എന്താ പറയുക കഴിവ്. കണ്ടോ, പാറു എപ്പോഴും എന്നോട് പറയായിരുന്നു ലെയർ അടിക്കണം. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടത് ഇതാക്കിയിട്ടില്ല. പക്ഷെ അവൾ കുറേ തവണ പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയത്. അവളുടെ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടി അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ സന്തോഷം കണ്ടില്ലേ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും അവരുടേത്, പക്ഷെ നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോടുണ്ടാകുന്ന എന്താ പറയുക സന്തോഷം, ആ ചിരിയും കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഫീലിംഗാണ് അത് കാണുമ്പം. ഇതാണ് പാറുവിൻ്റെ മുടി മുറിച്ചത്. ഷാക്കിരേട്ടൻ അങ്ങനെ കേട്ടോ, നമ്മളെ എന്താ പറയുക ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിലും പുള്ളി അടിപൊളിയായിട്ട് നമ്മുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഇതാണ് പാറുവിൻ്റെ ലാസ്റ്റ് മുടി മുറിച്ചത്. അവൾ 2 ദിവസം പിന്നെ മുടി കെട്ടിയിട്ടേ ഇല്ല കേട്ടോ. എന്തായാലും വാഴ നനയുമ്പോൾ ചീരയും നനയുന്നതാണല്ലോ. അപ്പോൾ പിന്നെ ചീര നനയുമ്പോൾ വാഴയും കൂടെ വേണമെങ്കിൽ നനയാലോ. അപ്പോൾ ഞാനും കൂടെ എന്തായാലും പോയതല്ലേ, അവളുടെ മുടി വെട്ടി കണ്ടപ്പോൾ എനിക്കും വെട്ടാൻ ആഗ്രഹം. ഇത് കണ്ടോ, കോല് പോലെയായിട്ടുള്ള എൻ്റെ മുടി ഇത്രയും സൂപ്പറായിട്ട് നീറ്റായിട്ട് ചേട്ടൻ ചെയ്തു തന്നു. ഇതാണ് ഞങ്ങൾ ഷാക്കിരേട്ടൻ. സൂപ്പറല്ലേ.